ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ? ബീഫ് കട്ട്ലേറ്റ്. നമുക്ക് പെരുന്നാളായിട്ട് എല്ലാവരുടെ വീട്ടിലും ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കും കിട്ടി അതുപോലെ ബീഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ എല്ലതും കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 3 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണം. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ലേശം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ബീഫ് കുക്ക് ചെയ്തിട്ടുണ്ട്, അതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പച്ചമുളക് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. വേറെ പൊടികളൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. ഈ പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒരു പൊടികളും ഞാൻ ചേർക്കുന്നില്ല. ഇങ്ങനെ ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. ഇതിലധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകോ കുരുമുളക് പൊടിയോ കൂട്ടിയിട്ടാൽ മതി. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ മണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു 5 വിസിലിൽ കുക്ക് ചെയ്തെടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത് നമുക്കിതിലോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ട് വേവിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഷേപ്പൊക്കെ ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡല്ല, നിങ്ങളുടെ കയ്യിൽ റസ്ക് പൊടി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രെഡ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 6 ബ്രെഡ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുള്ളതാണ്, വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ മസാല. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് പരത്തുക. അതുമല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഇങ്ങനെ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ബോട്ടിലിൻ്റെ മൂടികളൊക്കെ ഉണ്ടാവും, അതുമ വെച്ചിട്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്ന ഒരു ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, കയ്യിലിട്ട് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ചെയ്താൽ മതി. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുക. നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ പല ഷേപ്പാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇങ്ങനെ അടപ്പുകളോണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിമൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആ കറക്റ്റ് ഷേപ്പിന് കിട്ടും. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും, ഓ ഇത് ഭയങ്കര ടഫാണ്, ഇതൊക്കെ എത്ര മെനക്കെടണമെന്ന്.
പക്ഷേ നമ്മൾ ഏതൊരു കാര്യവും കാണുമ്പോൾ ഭയങ്കര ടഫാണ്, ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ടഫാണ്, ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി. ഇപ്പോൾ എനിക്ക് ഏത് ഫുഡും ഞാനിപ്പോൾ ഉണ്ടാക്കും. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനത് ട്രൈ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റായിട്ടെങ്കിലും പറയുക, ഞാനത് എന്തായാലും ട്രൈ ചെയ്യും. ഇപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും കോട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഇട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ബ്രെഡാണ് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും, ശ്രദ്ധിക്കണം. ഇതിലിട്ടിട്ട് അപ്പുറത്തൊക്കെ പോയാൽ എന്തായാലും കരിഞ്ഞു പോകും. അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യാം. അധികമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മസാലയൊക്കെ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. നമുക്ക് ഈ മേൽഭാഗം ഒന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പം നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് കോരിയെടുക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പുതിയ റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സജൂസ് വേൾഡ്.